SDP വോട്ട് വേണമെന്ന് ഞങ്ങളാരും എവിടെയും പറഞ്ഞിട്ടില്ല. CPI പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടത് മനുഷ്യന്റെ വോട്ടാണെന്നാണ്. അതിപ്പോഴും പറയുന്നു. ഞങ്ങൾക്ക് വർഗീയ ഭ്രാന്തിന്റെ വോട്ട് വേണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ നിലപാട്. CPI പ്രതീക്ഷ വളരെ പോസിറ്റീവാണ്. CPI മാത്രമല്ല, LDF ആകെ തന്നെ തികഞ്ഞ പ്രതീക്ഷയോടെയാണ് ഫലം കാത്തിരിക്കുന്നത്. വിശദമായൊരു പഠനത്തിന് വേണ്ടിയുള്ള കമ്മിറ്റി കൂടാൻ പോകുന്നതേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾക്ക് ഉറപ്പാണ്, ജനങ്ങൾ LDFന്റെ മൂന്നാം കൂടെ ഉറപ്പാക്കിയിട്ടുണ്ട്. ഉറപ്പാക്കും. ഉണ്ടായില്ലെങ്കിൽ ഉത്തരവാദിത്വം ആർക്കായി? ഉണ്ടായ ആ ചോദ്യം സാങ്കല്പികമാണല്ലോ. ഉണ്ടാകും എന്ന് ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. വലിയ ഭൂരിപക്ഷം ഈ പോളിംഗിൽ ഉണ്ടായിരിക്കുന്ന ഉയർന്ന പെർസെൻറ്റേജ് UDFന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സാഹചര്യം. അതൊക്കെ പഴയ കണക്കാണ്. പെർസെൻറ്റേജ് കൂടിയാൽ ഓട്ടോമാറ്റിക്കലി UDF ജയിക്കും. അതൊക്കെ പഴയ കണക്കാണ്. കാലമൊക്കെ പോയി. ഈ വർധനവിൻ്റെ കാരണം ഒന്ന് SIR ആണ്, രണ്ട് സ്ത്രീ മുന്നേറ്റമാണ്. സ്ത്രീകൾ ഭൂരിപക്ഷം പേരും LDF ഭാഗത്തായിരിക്കും വോട്ട് ചെയ്തിട്ടുണ്ടാവുക. എത്ര സീറ്റുകളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? അല്ലേ, UDF അവർക്ക് എല്ലാവർക്കും അറിയാമല്ലോ. UDF അവർക്ക് അറിയാം. LDF മത്സരിച്ചതൊരു മാനിഫെസ്റ്റോയെ മുൻനിർത്തിയാണ്. ആ മാനിഫെസ്റ്റോയാണ് LDFന്റെ അടിസ്ഥാനം. ഇതായില്ലേ? ഇല്ല, LDFന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. LDFന് അത്തരം ആരുമായും ചങ്ങാത്തമില്ല, ഉണ്ടായിട്ടുമില്ല, ഉണ്ടാവുകയുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സാധാരണഗതിയിൽ ഒരു മതവർഗീയ സംഘടനകളുടെ വോട്ട് വേണ്ടതില്ല എന്ന നിലപാട് കാലങ്ങളായി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തവണ പ്രതിപക്ഷ നേതാവ് പറയുന്നത് SDP വോട്ട് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ താങ്കളടക്കമുള്ള CPIയുടെ നേതാക്കളോട് ആവർത്തിച്ച് മാധ്യമങ്ങളെ ചോദിച്ചിട്ടും ആ വോട്ട് ഞങ്ങൾക്ക് വേണ്ട സ്റ്റാൻഡ് പറയാൻ പറ്റാതിരുന്നത്. SDP വോട്ട് വേണമെന്ന് ഞങ്ങളാരും എവിടെയും പറഞ്ഞിട്ടില്ല. CPI പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടത് മനുഷ്യന്റെ വോട്ടാണെന്നാണ്. അതിപ്പോഴും പറയുന്നു. ഞങ്ങൾക്ക് വർഗീയ ഭ്രാന്തിന്റെ വോട്ട് വേണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ നിലപാട്. ഈ കുംഭമേളയിൽ പങ്കെടുത്ത പെൺകുട്ടിയുടെ പ്രായപൂർത്തിയാകാതെയാണ് കല്യാണം നടത്തിയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. CPI നേതാക്കളെല്ലാം കൂടിയാണ് നടത്തി കൊടുത്തത്. അത് കേരള സ്റ്റോറിയാണെന്നാണ്. അല്ല, ഇപ്പോഴും കേരള സ്റ്റോറി തന്നെയാണ്. പ്രായപൂർത്തിയായ പെൺകുട്ടികളെ കല്യാണം കഴിപ്പില്ല. ആരും ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് അന്ന് കിട്ടിയവരെ വെച്ച് ചെയ്തു. ഡേറ്റ് ഓഫ് ബർത്ത് എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ആധാർ കാർഡ് നോക്കി ആ പെൺകുട്ടി പറഞ്ഞു അങ്ങനെ ചെയ്തു. അവിടെ ചിരിക്കണെന്തിനാ? ചിരി എന്തിനാണ്? ചിരി എന്തിനാണ്? ചിരിക്കല്ല, തമാശ പറയുന്നില്ല. നമ്മള് ഗൗരവമായിട്ട് രാഷ്ട്രീയം ഗൗരവം പറയുമ്പോൾ താൻ എന്തോ ഒരു വലിയ പോയിന്റ് പറഞ്ഞ് ചിരിക്കുന്നത്, അത് വളരെ ഒരു പ്രായക്കുറവിന്റെ ലക്ഷണമാണ്. കാര്യം ചോദിച്ചാൽ മതി. എനിക്കറിയില്ല. അതല്ലേ CPM ഒരു തെറ്റുപറ്റിപ്പോയി തോന്നുന്നു. എങ്ങനെ? അതായത് ഈ കല്യാണം നടത്തിയതൊരു ഇത് അന്നത്തെ ലക്ഷ്യമൊത്ത വിവരം വെച്ച് നോക്കുമ്പോഴത്തേക്ക് പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്. പക്ഷെ അടിസ്ഥാന ആധാർ കാർഡായിരുന്നു. ഇപ്പോൾ വേറെ വിവരമുണ്ടെങ്കിൽ അപ്പോൾ നോക്കട്ടെ. പക്ഷെ അതിനു മുമ്പെല്ലാം വാർത്തകളിൽ ഈ പെൺകുട്ടിയുടെ വൈറലായ സമയത്തല്ല, അന്ന് ദേശീയ മാധ്യമങ്ങളിൽ അതിന്റെ പ്രായം റിപ്പോർട്ട് ചെയ്തായിരുന്നു. 16 വയസ്സുള്ള പെൺകുട്ടി ബർത്ത്ഡേ. ഇതെല്ലാം പുറകിൽ രാഷ്ട്രീയം ഉണ്ടല്ലോ, രാഷ്ട്രീയം ഉണ്ടല്ലോ, നിങ്ങളുടെ നിലപാടുണ്ടല്ലോ. നിങ്ങളത് മറന്നു പോകുന്നു, നിങ്ങളത് മറക്കുന്നില്ല. എല്ലാ കാലത്തും എല്ലാ സ്ഥലങ്ങളിലും BJP എന്ന് പറഞ്ഞാൽ കള്ളപ്പണത്തിന് കുത്തൊടുക്കുന്ന അർത്ഥം. കോർപ്പറേറ്റ് തമ്പുരാക്കന്മാർ തുറന്നു വെച്ച മടിശീലയുമായിട്ട് ഇന്ത്യയിലെമ്പാടും BJP എല്ലായ്പ്പോഴും വരുന്നത് കള്ളപ്പണവുമായിട്ടാണ്. ഇവിടെയും അതായത് മാറ്റമൊന്നുമില്ല. എല്ലാ പ്രാവശ്യവും BJP ചെയ്യുന്ന കാര്യം ഇപ്പോഴും ചെയ്തു. മുമ്പൊന്നും പതിക്കാത്തതായി ഇപ്പോൾ പതിക്കാൻ പോകുന്നില്ല. ശരി. 17 നല്ല സ്ട്രൈക്ക് റേറ്റിലാണ് നിലവിൽ ക്രീസിലുള്ളത്. അത് അങ്ങനെ തന്നെ ഉണ്ടാവോ? അത് കൂടിക്കൂടാകില്ല. എന്തുകൊണ്ട് കൂടിക്കൂടാ?
അതിൽ കൂടും. എന്തുകൊണ്ട് കൂടിക്കൂടാ? എന്തുകൊണ്ട് കൂടിക്കൂടാ? എണ്ണാൻ പോകുന്നല്ലേ ഉള്ളൂ.